ക്ലാസ്സുകാര് ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? ആ തട്ടൊന്ന് എനിക്ക് ഇട്ട് തരുമോ? ഞാൻ ഈ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ വല്ല ഭയം തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടെ അല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. തട്ടമിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർ ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, ഒരിത്തിരി ദയ മതി. മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യുക, അത്ര മതി. ലോകം നന്നായിക്കോളും. താങ്ക് യു. ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഇറ്റ്സ് മിഷിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കണ്ടില്ലേ, അതൊരു 4ാം ക്ലാസ്സുകാരിയുടെ പ്രസംഗത്തിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് കേട്ടോ. അതും ഒരു മന്ത്രിയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയുടെ ധൈര്യം, അതിനെയാണ് നമ്മൾ അവിടെ കണ്ടത്. കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ ഹിജാബ് വിഷയം. ഇപ്പം സോഷ്യൽ മീഡിയകളിലും ഒക്കെ വളരെയധികം ചർച്ചാ വിഷയമായ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഹിജാബ് വിഷയം. അതായത് നമ്മളുടെ കൊച്ചി വള്ളൂത്തുരുത്തി സെൻറ്റ് റീത്താസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ആ സ്കൂളിലെ അധികൃതരിൽ നിന്നും നേരിടേണ്ടി വന്ന ഒരു അന്ന് തന്നെ പറയാം, അന്യായമായ ഒരു നടപടി ആ 8ാം ക്ലാസ്സുകാരിക്ക് കോടതിയിൽ നിന്നും കിട്ടിയ നീതി അല്ലേ, അതിനെ ആസ്പദമാക്കിയുള്ള ഒരു പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗമാണ്. അതൊരു 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണെന്ന് ഓർത്തോണം കേട്ടോ. അപ്പം അത് വേറൊന്നുമല്ല, 8ാം ക്ലാസ്സുകാരി സെൻറ്റ് റീത്താസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സുകാരി സ്കൂളിൽ ഹിജാബ് ധരിച്ചുകൊണ്ടെത്തി എന്നതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അത് സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്നത് അത് സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെയും അതുപോലെ തന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയും ഒക്കെ എതിരെയാണ് ആ കുട്ടി അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ മറ്റു കുട്ടികൾക്ക് അത് കണ്ടാൽ ഭയമാകും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പുറപ്പെടുവിച്ചത്. അങ്ങനെ അപ്പോൾ ഈ പറയുന്നവരും ആ സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നതും ഒരു കന്യാസ്ത്രീയാണ്. അവരും തിരുവസ്ത്രം അണിഞ്ഞതും തലയിൽ അവരുടെ തുണിയൊക്കെ ഇട്ട ആൾക്കാരും ഒക്കെയാണ്. അപ്പം ആ ഒരു രൂപം കണ്ട് പേടിക്കാത്ത കുട്ടികൾ എങ്ങനെയാണ് ഒരു ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിനി സ്കൂളിൽ വന്ന് കണ്ടാൽ പേടിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ വിശ്വസിക്കുന്ന ഹിന്ദു മതത്തിലാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ മതമുണ്ടായിരിക്കും, അവർ വിശ്വസിക്കുന്ന ഓരോ മതങ്ങളുണ്ടായിരിക്കും, ഉണ്ടായിരിക്കുമെന്നെല്ലാം ഉണ്ട്. അപ്പം അവർക്ക് ഓരോ മതത്തിലും അതിൻ്റേതായിട്ടുള്ള വിശ്വാസത്തിൻ്റെയും അതിൻ്റേതായിട്ടുള്ള ഈ പറയുന്ന റൂൾസും ഒക്കെയുണ്ട്. അപ്പം അതിനെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾക്ക് എതിർക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ഒരു മതപരമായിട്ടുള്ള വിഷയങ്ങളിലേക്കല്ലേ പോകുന്നത്. ഇപ്പോൾ ആ കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തി എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എനിക്കത് മനസ്സിലാകാൻ പറ്റുന്നില്ല. അതിനെന്താണ് ഇവർക്ക് ഇത്ര പ്രശ്നമെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയെങ്കിലും എന്തുകൊണ്ടാണ് ഇവർ ഈ കന്യാസ്ത്രീകൾ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ നിൽക്കുന്നത്? അപ്പോൾ ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ അവരൊരു ഡ്രസ് കോഡായിരിക്കുമല്ലോ ഒരു സാരി എന്നുള്ളത്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഈ കന്യാസ്ത്രീകളായ ടീച്ചേഴ്സുമാർക്ക് ആ സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നതൊക്കെ, അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് എന്തെങ്കിലും സാരി ധരിച്ചുകൂടാ? അതൊരു ചോദ്യമല്ലേ. അപ്പോൾ കുട്ടി ഹിജാബ് തലയിൽ ധരിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ അവരും ആ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ ചെല്ലാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മതത്തിലേക്ക്, അവരുടെ മതത്തിൻ്റെ വിശ്വാസത്തിലേക്ക് അനാവശ്യമായി കടന്നു കയറാൻ ശ്രമിക്കുന്നത്? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മതങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരവരുടെ എന്താ പറയണ്ടേ, അവരവരുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമാണ് അതൊക്കെ. അപ്പോൾ ഈ കാര്യത്തിൽ എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി സാറാണെങ്കിലും ആ കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിയുടെ കൂടെ നിന്നാണ് ന്യായമായ കാര്യത്തിനെല്ലാം അദ്ദേഹം കൂടെ നിന്ന് അതിന് ന്യായമായുള്ള നീതിയും കോടതിയിൽ നിന്നും ലഭിച്ചു. അപ്പോൾ സ്കൂളിന് അതൊരു വലിയൊരു തിരിച്ചടിയായിപ്പോയി. സ്കൂൾ ഒരുപാട് സ്റ്റേ ഒക്കെ കൊടുത്തെങ്കിലും അതൊക്കെ കോടതി നിരസിച്ചു. അങ്ങനെ ആ കുട്ടിക്ക് നീതിയായിട്ടുള്ള ന്യായം കിട്ടി. അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ ചെല്ലാം എന്നുള്ള ന്യായവും കിട്ടി. അപ്പം അതിൽ എനിക്ക് നമ്മുടെ ഈ കേരളത്തിലെ വ്യവസ്ഥയോട് വളരെയധികം ബഹുമാനം തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിനോടും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിർണായകമായ തീരുമാനങ്ങളിൽ വളരെയധികം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വളരെയധികം അദ്ദേഹത്തോടും ബഹുമാനം തോന്നുന്നു. അപ്പോൾ ഓരോരുത്തർക്കും എല്ലാവരും അവരവരുടെ ഈ പ്രസംഗത്തിൽ ആ 4ാം ക്ലാസ്സുകാർ പറഞ്ഞതുപോലെ കാഴ്ചയിലല്ല നമ്മളുടെയൊക്കെ പ്രശ്നം, കാഴ്ചപ്പാടിലാണ് അല്ലേ. മനുഷ്യൻ്റെ ജാതി എന്ന് പറയുന്നത് അത് മനുഷ്യജാതി മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജാതിയും മതവും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ കൊച്ചുമിടുക്കി പറഞ്ഞതുപോലെ കാഴ്ചയിലല്ല പ്രശ്നം, നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടിലാണ്. അപ്പം നമ്മൾ മാറ്റേണ്ടതും നമ്മുടെയൊക്കെ തന്നെ കാഴ്ചപ്പാടുകളെയാണ്.